കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. സിപിഎം പ്രവർത്തകരാണ് ഓഫീസിന് തീയിട്ടത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്നും ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജീഷ്, ഇന്നലത്തെ സംഭവത്തിന്റെ തുടർക്കഥയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഭീകരയിലുള്ള കല്ലിൽ താഴെയിലുള്ള പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത്. ഓഫീസിന്റെ കെട്ടിടത്തിന് നേരെ തീയിടുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് തീ അണക്കാനായത്. ഇന്നലെ രാത്രി തന്നെ പല മേഖലകളിലും ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഉൾപ്പെടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അക്രമങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കണ്ണൂർ DCC ഓഫീസിൽ നേരെ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ കല്ലേറുണ്ടായി. അത് കഴിഞ്ഞ് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പക്ഷേ പോലീസിന് സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇന്നലെ രാത്രി കണ്ണൂർ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. അതിന് പിന്നാലെയാണ് രാത്രി കോടിയേരി പാറാറിലുള്ള ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണം. വിജിഷേ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ 5 KSU പ്രവർത്തകരും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇവരെ കണ്ണൂരിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്നാണ് ഇവരെ 14 ദിവസം റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 5 പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ ആക്ട് പ്രകാരവും ഇവർക്കെതിരെ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കേസുകളാണ് FIR-ലുള്ളത്. ശരി, കണ്ണൂർ കോടിയേരിയിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടിരിക്കുന്നത്. CPM തന്നെയാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.